പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്തദാസനും കുടുംബത്തിനും ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അല്പനിമിഷം ദൈവപാദപീഠയായിരിക്കാൻ, ദൈവവചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയൻ്റെയും ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി നന്ദിറിഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതേ വായിച്ച വേദവാക്യത്തിൽ നിന്നും വാഗ്ദത്തങ്ങൾ എന്ന ആ ഒരു പദത്തിൽ നിന്നും അല്പനിമിഷം നമുക്ക് ചിന്തിക്കാം. അതെ, വാഗ്ദത്തങ്ങൾ എന്ന പദം കേൾക്കാത്തവരായി ആരും തന്നെ കാണുകയില്ല. കാരണം ദൈവവചനം വായിക്കുകയും നമ്മൾ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ദൈവമക്കൾക്ക് ഏറ്റവും പരിചയമുള്ളൊരു പദമാണ് വാഗ്ദത്തങ്ങൾ. ദൈവം നമ്മോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, ദൈവിക പ്രോമിസുകൾ, അത് എത്ര അസാധ്യമാണെന്ന് നമുക്ക് തോന്നിയാലും ദൈവം അത് തൻ്റെ സമയത്ത് നിവർത്തീകരിക്കുവാൻ ദൈവം ശക്തനാണ്. അതെ, എന്നേക്കും നിലനിൽക്കുന്നതായ വാഗ്ദത്തങ്ങൾ ഉണ്ട്. ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ഉണർവുണ്ടാകുവാനായിട്ട് കരുത്തുള്ളതാണ്. അതെ, ഈ ഭൂമിയിലുള്ള സകലവും നമ്മുടെ മരണം കൊണ്ട് അവസാനിക്കും. അതെ, ഈ മരണത്തിന് അപ്പുറത്ത് ലഭിക്കുന്നതായ വാഗ്ദത്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുപോലെയുള്ള 3 വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമുക്ക് അല്പനിമിഷം ചിന്തിക്കാം. ഒന്നാമത്തെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. അതെ, അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായത്തിലെ 38 വാക്യം വായിക്കുന്നു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 39 ഇങ്ങനെ പറയുന്നു, വാഗ്ദത്തം നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ പരാമർശിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ആണ്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 24:49 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത അതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. യേശു കർത്താവ് എന്ന് പറഞ്ഞ ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അതെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തം ആണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആത്മീയ വരങ്ങളാൽ നമ്മൾ നിറയ്ക്കപ്പെടും. അതെ, ആത്മാവിൻ്റെ ഫലങ്ങൾ ഒക്കെ നമ്മിൽ നിന്നും പുറപ്പെടും. അതെ, ഭൂമിയിൽ വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം അത്യാവശ്യമാണ്. വചനം പറയുന്നത് നിലനിൽക്കുന്ന വാഗ്ദത്തമാണ്. അതെ, നശിച്ചു പോകാത്ത വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് രണ്ടാമതായിട്ട് നിലനിൽക്കുന്ന ഒരു വാഗ്ദത്തം 2 പത്രോസ് 1:4 ഇങ്ങനെ 1:4 പറയുന്നു, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു.
ആ വാഗ്ദത്തം ഏതാണെന്ന് തൊട്ടടുത്തുള്ള അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ഇങ്ങനെ പറയുന്നു, 2 പത്രോസ് 3:3 അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? 3:9 വായിക്കുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന അതുപോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിക്കുന്നു. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തത് വാഗ്ദത്തമാണ് കർത്താവ് മടങ്ങി വരും അത് എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിലെ സകല വാക്യങ്ങളും പറയുന്നത് യേശു ക്രിസ്തു മടങ്ങി വരും എന്നുള്ള കാര്യമാണ്. ലോക സംഭവങ്ങൾ, അതേ പ്രപഞ്ച സംഭവങ്ങൾ, ലോകത്തിലുള്ള സകലതും പറയുന്നു കർത്താവിൻ്റെ വരവിനെ കുറിച്ച് എന്നുള്ളതാണ്. അതേ യേശു ക്രിസ്തു മടങ്ങി വരും എന്നുള്ളത് നശിച്ചു പോകാത്ത, അതേ നിലനിൽക്കുന്നതായ, അതേ പ്രത്യാശഭരിതമായ ഒരു വാഗ്ദത്തം ആണ്. ആ വാഗ്ദത്തത്തിന്റെ നിറവിനായി നമുക്കും കാത്തിരിക്കാം. മൂന്നാമത്തെ വാഗ്ദത്തം തീത്തോസ് 1:2 പറയുന്നു, ഭൂഷ്കില്ലാത്ത ദൈവം സകലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശാഹേതുവായി. വചനത്തിൽ പറയുന്നത് സകലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ. അത് മൂന്നാമത്തെ നിലനിൽക്കുന്ന നശിച്ചു പോകാത്തതായ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവൻ തന്നെയാണ്. അതേ 1 യോഹന്നാൻ 2:25 പറയുന്നു, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിലനിൽക്കുന്ന ഒരു ഭവനം നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ നമ്മൾ കാണുന്ന സകല ഭവനങ്ങളും, അത് കൂടാരമാകുന്ന ഭൗമ ഭവനങ്ങൾ അഴിഞ്ഞു പോകും. കൈപ്പണിയല്ലാത്ത ആ നിത്യഭവനം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എന്നേക്കും നിലനിൽക്കുന്നതായ നിത്യജീവൻ തരുവാൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 3:14 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനോട് നമ്മൾ ചേർന്ന് വസിക്കണം. വിശ്വസിച്ച് ചേർന്ന് വസിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് വേണം നമുക്ക് ജീവിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. എബ്രായർ 10:23 വായിക്കുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അത് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ നമ്മളിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം നിവർത്തീകരിക്കാൻ ദൈവം അതിശക്തനാണ്. നമ്മൾ താമസമെന്ന് വിചാരിക്കും, അസാധ്യമെന്ന് വിചാരിക്കും. പക്ഷെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം അതെല്ലാം നമ്മുടെ തക്ക സമയത്ത് നിവർത്തീകരിക്കാൻ ദൈവം അതിശക്തനാണ്. ഈ വായിച്ച വേദവാക്യത്തിൽ നിന്നും വാഗ്ദത്തങ്ങൾ എന്ന നിലനിൽക്കുന്നതായ 3 വാഗ്ദത്തങ്ങളെ കുറിച്ച് അല്പനിമിഷം ചിന്തിക്കുവാനായിട്ട് നമുക്ക് ദൈവം അവസരം ഒരുക്കി തന്നു. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന് ഉണർവും കരുത്തുമേകുവാനായിട്ട് സാധിക്കട്ടെ. ആ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് നമുക്കും വിശുദ്ധിയോട് കൽപ്പനകളെ പ്രമാണിച്ച് വിശ്വസ്തയോട് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അല്പനിമിഷം ദൈവവാദ ഇവിടെ അരിപ്പാൻ, ദൈവമേ, വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി ദൈവയ്ക്കായി സ്തോത്രം സ്തുതിക്കുന്നു. ദൈവമേ, ഇത് കേൾക്കുന്ന അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമാക്കി നൽകണമേ. നാഥാ, ദൈവമേ, കർത്താവേ, അടിയങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുമായി യാചനകളും കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തു നന്മയുള്ള നാമത്തിൽ ദൈവം കേൾക്കുമാറാകണമേ. സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.